ഞാൻ സാധാരണ ചെയ്യുന്ന ക്യാരക്ടറാണ് അർജുൻ ചെയ്തിരിക്കുന്നത്, അർജുൻ സാധാരണ ചെയ്യുന്നതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതാണ് ഇപ്പൊ പടം കണ്ടവരൊക്കെ അതാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തെന്ന് പറയുന്നത്. സോ അതിൽ സന്തോഷമുണ്ട്. ആൻഡ് ഡയറക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഷോസ് കുറവാണ് ഇവിടെ. സോ പടം കണ്ട് വേർഡ് ഓഫ് മൗത്തിൽ ഇനിയും ഷോസ് കൂടുന്ന പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ കാണുന്നത് ഒരു ലാംഗ്വേജിലാണ്, പടം എടുത്തത് 2 ലാംഗ്വേജിലാണ്. അപ്പോൾ അത് 2 വശം നമുക്ക് എടുക്കേണ്ടി വന്നു. So, but we were on paper only. We knew that this is how we're going to be approaching it. So, I think we kept that for the right towards the end of the shoot schedule. We shot the rest of the film, but we kept that. We kept enough time to prep for it and shoot it. But as much as time, you still feel it's not enough. So, and also because you're shooting in 2 languages, so it was quite challenging. Mainly because it involved a lot of crowd. There was a crowd of more than 300-400 people throughout that sequence. So all that was quite challenging. Different cast also. Yeah, we had to keep. So after every take and everything, we had to. Once we get an okay take, we had to go for the other language. Sometimes one language would just finish within 2 takes, whereas the other language would take about 7, 8. And every take it takes really long. It's like resetting. You're doing the whole thing all over again. Arjun, after Kaidi, there will be a lot of villain roles that may come to you. So, how tough was it to be selective and take the right scripts after Kaidi? Actually, I was very conscious that I wanted to stay away from negative roles for some time. But a lot of directors and producers were very kind and offered me negative roles, but there were also a few writers and producers who offered me lead roles. So, as of now, in the pipeline, there is nothing negative. But it's not very difficult. It was difficult to say no because these are all big directors, big production companies. It was a negative role opposite big actors. It's not an easy call, but I said, let me explore these positive characters for some time. And God forbid if nothing works, then probably I do negative roles. But as of now, there's nothing that's negative. അർജുൻ ആൻഡ് കാളിദാസ്, നിങ്ങൾ മലയാളം സിനിമ ഇപ്പൊ ഫോളോ ചെയ്യാറുണ്ടോ? അല്ല, ഇപ്പൊ ഫോളോ ചെയ്യുന്നുണ്ടോ? ഐ മീൻ മഞ്ജുമാൽ ബോയ്സ് ചെന്നൈയിൽ ഭയങ്കര നമ്പേഴ്സ് ഉണ്ടായിരുന്നു, അവിടെ ഭയങ്കര ട്രെൻഡ് സെറ്റർ ആണെന്ന് പറഞ്ഞു. നിങ്ങളുടെ മഞ്ജുമാൽ ബോയ്സ് തിയേറ്ററിൽ കണ്ടിരുന്നോ ചെന്നൈയിൽ? ഇതുവരെ കാണാൻ സമയം കിട്ടിയിട്ടില്ല, പക്ഷെ ഭയങ്കര വെരി ഹാപ്പി ബിക്കോസ് മഞ്ജുമാൽ ബോയ്സ് ആണെങ്കിലും പ്രേമലു ആണെങ്കിലും ബ്രഹ്മയുഗം ആണെങ്കിലും 3 സിനിമയും നോട്ട് ഓൺലി ഇൻ കേരള, ഓൾ ഓവർ ഇന്ത്യ നല്ല രീതിയിൽ നല്ല റെസ്പോൺസിൽ പോയിക്കൊണ്ടിരിക്കുന്നു. സോ വെരി ഹാപ്പി. ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല, ഞങ്ങളുടെ പടം ഒന്ന് കണ്ടിട്ട് but the movie is doing very, very well in Chennai and in Tamil Nadu across. Nagara shows increase பண்ணிருக்காங்க and மக்கள் வந்து கொண்டாடுறாங்க. So very happy for the team, but we'll definitely watch the movie for sure. And all the movies, Malayalam movies are doing well. But the last few releases, everything is doing well in Chennai. ശരിക്കും ഞാൻ പഠിച്ചതൊക്കെ ചെന്നൈയില് ലോയലാണ് പഠിച്ചത്. എൻ്റെ ഒരു കോളേജ് ലൈഫായിട്ട് ഈ സിനിമയായിട്ട് ഒരു ബന്ധമില്ല. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കോളേജ് ലൈഫ് അല്ല ഇതിൽ ഡയറക്ടർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വേൾഡ് ഇസ് ടോട്ടലി ഡിഫറെന്റ്. സോ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു വേൾഡിൽ യുവമായിട്ട് പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് ഐ ഫൗണ്ട് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. ആൻഡ് ഇതിൽ അർജുൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടറാണെങ്കിൽ അതിനൊരു മീറ്റർ ഉണ്ട്. എനിക്ക് അങ്ങനെ ഒരു ലിമിറ്റേ ഇല്ല ഇതിൽ ഡയറക്ടർ എനിക്ക് ഫുൾ ഫ്രീഡം ആണ് തന്നിരിക്കുന്നത്. സോ ഐ ഫൗണ്ട് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ് ടു പ്ലേ ദിസ് ക്യാരക്ടർ. ആൻഡ് ഓൾസോ ഇങ്ങനെയൊക്കെ കോളേജസ് ഉണ്ട് എന്ന് കേട്ടപ്പോഴും ഇവിടെയൊക്കെ പഠിക്കായിരുന്നു എന്ന് തോന്നിപ്പോയി. ആക്ച്വലി വെരി ഇൻട്രസ്റ്റിംഗ് തിങ് ഇസ് ദാറ്റ് അർജുന് ഞാൻ വിക്രമില് ഞാൻ ചെയ്ത ക്യാരക്ടറിന് ഞാൻ അർജുന് കുറച്ച് ക്രെഡിറ്റ് കൊടുക്കും. കാരണം ലോകേഷ് സാറിന് എന്റെ പേര് റെഫർ ചെയ്ത അർജുനാണ്. ആ സമയത്ത് എനിക്ക് അർജുനെ പരിചയം പോലും ഇല്ല. സോ അർജുനാണ് എന്റെ പേര് ലോകേഷ് സാറിന് റെഫർ ചെയ്യുന്നത്. അങ്ങനെയാണ് എന്നെ വിക്രമിലേക്ക് വിളിക്കുന്നത്. ആ സമയത്തൊന്നും ആലോചിച്ചിട്ട് പോലും ഇല്ല നമ്മൾ ഒരുമിച്ച് ഒരു സിനിമ ചെയ്യും, അങ്ങനൊന്നും ആലോചിച്ചിട്ടില്ല. എന്നാ പിന്നെ ഒരു കാര്യം കൂടെ പൊട്ടിക്കാം. എൽസിയുടെ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം ലോകേഷ് സാർ തന്നെ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അത് അൻപും ഉണ്ട് പ്രപഞ്ചനും ഉണ്ട്. സോ 2 പേരും ഇതുവരെ പറഞ്ഞില്ല, പറയാമോ അറിയില്ല சார். நான் சொல்ல சார், இவர் தான் சார் சொல்ல சொன்னாரு. அந்த கேரக்டர் நான் பர்சனலா கேட்கும் போது இல்லாட்டி ஸ்கிரிப்ட் படிக்கும் போது எனக்கு பிடிச்சிருந்ததுன்னா அது அந்த கதையில ஏதாவது ஒரு
or some kind of an effect. Like if the character takes over that story somewhere, then I think I'm convinced. அது வந்து ஸ்க்ரீன் டைம் பார்த்து இவ்வளவுதான் இருக்கா, சின்னதாக தான் இருக்கா, ஓகே 10 நிமிஷம் தானா, இல்லை அப்போ கூட இம்பார்ட்டன்ட் கேரக்டர்னா வேண்டாம் அப்படிங்கிற மாதிரிலாம் இல்லை, அப்படின்னு நான் சொன்னதே கிடையாது. ஓகே 10 மினிட்ஸ் தான் இருந்தாலும் ஓகே, அது கதையில ஏதோ ஒன்று பண்ணுது, அது வந்து இட் கான்ட் பி டன் பை எனி அதர் கேரக்டர், ஒன்லி திஸ் கேரக்டர் ஹேஸ் டு அஃபெக்ட் தட் ஸ்டோரி தட் வே. அப்படிதான், and that is the only criteria I think I've seen, like you know, I've seen scripts to it. So அது மட்டும் தான், வேற எதுவும் இல்லை. നല്ല ഇമ്പാക്ട് തരുന്ന സിനിമകൾ ചെയ്തിട്ടുള്ള കാര്യമുള്ളൂ. അത് വെറുതെ കുറെ സിനിമകൾ ചെയ്ത് ഐ തിങ്ക് മോർ ദൻ ക്വാണ്ടിറ്റി ക്വാളിറ്റി ഓഫ് മൂവീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഞാൻ മാത്രമല്ല, എനി ആക്ടർ ഷുഡ് ബി ലൈക്ക് ദാറ്റ് ഇസ് വാട്ട് ഐ ഫീൽ. മലയാളത്തിൽ ചെയ്യുവാണെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് കഥാപാത്രം ഒരു ഡാർക്ക് ഷെയ്ഡ് വരാൻ താല്പര്യമുണ്ടോ? അങ്ങനെ ഒരു ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയാസ്, സോ ഐ എം ടോട്ടലി ഓപ്പൺ. നല്ല സിനിമ എവിടെ വന്നാലും ചെയ്യാം. ഞാൻ ഇന്നലെ ചോദിച്ചു മലയാളം ചെയ്യില്ലായിരുന്നു. I asked Ali yesterday, why are you not doing Malayalam films? He said something interesting, and so of course I'll do it. കല്യാണം അല്ലല്ല, ഇത് ജനറലി പടത്തിന് വേണ്ടിട്ട് മാത്രമല്ല, ഈ സിനിമയ്ക്ക് ഞാൻ കഷ്ടപ്പെട്ട് കുറെ റേറ്റ് ഒക്കെ കൂട്ടേണ്ടി വന്നു. അതെ, ആക്ച്വലി പുള്ളി പറഞ്ഞു ഞാൻ മെരിയണമെന്ന് പറഞ്ഞു. ഞാൻ നേരെ ഇത്ര ക്ലോസപ്പ് ഫോട്ടോ മാത്രം അയച്ചുകൊണ്ടിരുന്നു മറ്റേ ഷൂട്ടിന് മുമ്പ്. പുള്ളി എന്നെ കണ്ടപ്പോ ഞെട്ടിപ്പോയി. പക്ഷെ ഇപ്പൊ കറക്റ്റ് അല്ലേ, പടം കാണുമ്പോ ഓക്കെ, എല്ലാം ഞാൻ പ്ലാൻ ചെയ്തു. ബട്ട് ജനറലി ലൈക്ക് ഫോർ ജനറൽ ഫിറ്റ്നസ് ജനറലി സർപ്രൈസ് കുളിക്കാൻ ഒന്നുമില്ല. ജനറലി ഇപ്പൊ നെക്സ്റ്റ് ധനുഷ് സാറിന്റെ ഒരു സിനിമ വരുന്നുണ്ട്, റായൻ സാർ ഡയറക്ട് ചെയ്ത് സാറിന്റെ 50th മൂവി. മെയിൻലി അതിന് വേണ്ടിയിട്ടും കൂടെ ആയിരുന്നു. കാരണം ആ ഒരു ഫുള്ളി ആക്ഷൻ, പടം ഫുൾ ആക്ഷനാണ്. ഡിമാൻഡ് ഫിസിക്കലി ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള മൂവിയായിരുന്നു. അതിനും കൂടെ വേണ്ടിയിട്ട് ജനറലി താങ്ക് യു ഓൾ ഫോർ കമ്മിങ് വൺസ് അഗൈൻ. ഞങ്ങളുടെ ഒരു കൊച്ചു പടം റിലീസ് ആയിട്ടുണ്ട്. അപ്പൊ അത് മെയിൻലി ലൈക്ക് എല്ലാവരും കണ്ടിട്ട് വേണം അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ. സോ പ്ലീസ് ഡു സപ്പോർട്ട് us. പടം കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കണം. ആൻഡ് if it's whatever it is, if you like it or not, like your feedback will go a long way. So എന്തായാലും പടം കണ്ടിട്ട് പറയാം. താങ്ക് യു സോ മച്ച്.